വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. കർത്താവ് എഴുന്നള്ളി വരികയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവിക്കുന്ന ദൈവം എഴുന്നള്ളി വരുന്നു. ബലമുയർത്തി സ്വരമുയർത്തി കരഞ്ഞപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. മനമുയർത്തി കരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എസ്തപ്പാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്ന് അനുഗ്രഹത്തിന്റെ പെരുമഴ വട്ടിച്ചല്ലേ. കർത്താവെ, ഇപ്പോൾ മനമുയർത്തി സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവ ഈശോയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവദിനത്തിൽ അനുഗ്രഹം ഭക്ഷിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, പരിശുദ്ധ അമ്മേ, ഈ മക്കൾക്ക് വേണ്ടി ബാധ്യത വഹിക്കണമേ. വിശുദ്ധ തപസ്യാനൂസേ, ഈ മക്കൾക്ക് വേണ്ടി ബാധ്യത വഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, കരങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 സ്നേഹമേ ആരാധന, 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 സ്നേഹമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, പരിശുദ്ധമേ, കൃപാസനം പ്രസാദപര മാതാവേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, ദൈവമേ. സമർപ്പിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളെ ആശീർവദിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ഞങ്ങളും നിൻ മക്കളല്ലോ, നിന്റെ കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ, കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധ കൃപാസന കൃപാസനം പ്രസാദവര മാതാവേ, നീ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാം എനിക്ക് ശക്തി തരണം. ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിൽക്കുന്നവര് നിന്നോണ്ടാ മതിയോ? പക്ഷേ നിൽക്കുന്നവര് മനസ്സിലൊരു കാര്യം ഓർക്കണത് നിങ്ങളെ ശരിക്കും ദൈവം അനുഗ്രഹിക്കാൻ ഇടയാക്കും. നിൽക്കണത് അമ്മയുടെ ജോലിയാണ് അല്ലേ? നിൽക്കണത് അമ്മയുടെ ജോലിയാണ്. അത് ഓർത്ത് വേണം നിന്നാൽ മതി, കുഴപ്പമില്ല. യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ അരികിൽ നിന്നിരുന്നു കൈയടിച്ച് കർത്താൻ ശ്രദ്ധിക്കുക. അപ്പം നിൽക്കുന്നവർ അമ്മനെ ഓർത്ത് നിന്നാൽ മതി. അമ്മ 3 മണിക്കൂറെങ്കിലും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നിട്ടുണ്ട്. ആ ത്യാഗം നിങ്ങൾ ഓർക്കണം. അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെയാണ് സ്ഥലമില്ലാത്തത് കൊണ്ട് അമ്മയുടെ വീട്ടിൽ ഞാൻ നിൽക്കേണ്ടി വരണത്. കാരണം എനിക്കത് മനസ്സിലായത്, ഞാൻ അവിടുന്ന് ഇവിടം വരെ വരുന്നതിന് 22 മിനിറ്റ് എടുത്ത്. അപ്പോൾ പലയിടത്തും ഞാൻ നിൽക്കുകയാണ് ചെയ്തത്, ആൾക്കാരെ ഡിസ്റ്റർബൻസ് ചെയ്യാൻ വേണ്ടി. ഒഴിഞ്ഞ് വരുമ്പോൾ അപ്പം നിൽക്കുക. അപ്പോൾ എത്രയോ മണിക്കൂറായിട്ട് നിൽക്കുന്നവരുണ്ട് അവിടെ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അമ്മ ഈ വാക്ക് തന്നത്. യോഹന്നാൻ 19:25 യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ദൗത്യം പൂർത്തിയാക്കാൻ ചില സമയത്ത് ദൈവം നമ്മളെ നിർത്തും. അതൊരു അനുഗ്രഹമായിട്ട് കരുതണം. ഈ കൂടുതൽ ത്യാഗം സഹിക്കുമ്പോൾ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്.
ഉടമ്പടിക്ക് ത്യാഗം അതിൻ്റെ ഘടനയുടെ ഒരു ഭാഗമാണ്. എന്തെങ്കിലും ത്യാഗം നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് മക്കളത് കണ്ട് തിരിച്ചറിഞ്ഞ് കാഴ്ചവെക്കേണ്ടത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മേ മാതാവേ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇത്തിരി സാക്ഷ്യങ്ങൾ അമ്മ തന്ന സത്യമായ വിശ്വാസത്തിലൂടെ കിട്ടിയ സാക്ഷ്യങ്ങളാണ്. ഞാൻ 2020 ജനുവരിയിലാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. വന്നപ്പോൾ ഒരു വിവരവും ഇല്ല. അമ്മയെപ്പറ്റി അറിയുമെങ്കിലും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ദൂരം വന്ന് ഞങ്ങൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. അവിടുന്ന് ഇവിടെ വന്ന് വന്ന് സാക്ഷ്യം പറയാന്നുള്ളത് ഒരു വലിയ ഭയത്തോടു കൂടിയാണെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് നല്ല വിശ്വാസവും ശക്തിയും ദൈവം തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഏട്ടന് വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞാനും ചേട്ടനും തമ്മിൽ കുറച്ച് സ്വരച്ചേർച്ച ഉണ്ടായി. ഇണങ്ങി 10 മാസത്തോളം ചേട്ടൻ മാറി നിന്നു. എനിക്ക് ചേട്ടനും ഞാനും തന്നെ ഇപ്പോൾ വീട്ടിലുള്ളൂ. ചേട്ടൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചുപോയി. അതുകൊണ്ട് ചേട്ടൻ പോയപ്പോൾ ഞാൻ ഒത്തിരി വിഷമത്തിലായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു, ഈ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഉടമ്പടി വെക്ക്, ശശി തിരിച്ചു വരും, ശശി നിന്നെ വിട്ട് എവിടെയും പോവില്ല. പക്ഷേ എനിക്ക് ഒരു വിശ്വാസക്കുറവായിരുന്നു, വരുമോ വരില്ലേ. എന്നാലും വേണ്ടിയില്ല, ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ 15 ദിവസം കൊണ്ട് തിരിച്ചു വന്നു. അത് വലിയൊരു സത്യമായിരുന്നു. ആ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അമ്മ എത്ര വേഗം ഏട്ടനെ വീട്ടിലെത്തിച്ചു. അതുവരെ വന്നാലും ആരൊക്കെ പറഞ്ഞാലും ഏട്ടൻ വീട്ടിൽ കയറാതെ പോകുന്നൊരവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. പിന്നെ ഏട്ടന് രോഗങ്ങൾ വന്നപ്പോൾ ഏട്ടൻ അമ്മേൻ്റെ അടുത്ത് വരാൻ ഏട്ടൻ പ്രേരിപ്പിച്ചു ഞാനാണ്. എൻ്റെ പേര് ശശിധരൻ, എൻ്റെ വൈഫ് ജിനമ്മു. ഞാൻ 2022 ഇവിടെ ഉടമ്പടി ധ്യാനത്തിന് വന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എന്നോട് ജീവിത പങ്കാളി പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മ മാതാവിൻ്റെ ഭക്തനൊക്കെ ആണെങ്കിലും കൂടി നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ കേൾക്കും, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വർഷങ്ങളോളമായിട്ട് 10-15 വർഷത്തോളം ഞാൻ യൂറിൻ എഫക്റ്റായിട്ട് രോഗിയായിട്ടിരിക്കുന്ന സമയമാണ്. യൂറിന് കംപ്ലൈൻ്റൊക്കെ ആയിരുന്നു. പലവിധമായ ഹോസ്പിറ്റലിൽ കാണിച്ചു എങ്കിലും അതിനൊന്നും ഒരു സുഖവും കിട്ടിയില്ല, സൗഖ്യം കിട്ടിയില്ല. ഒത്തിരി വേദനയോടുകൂടി നടക്കുമ്പോൾ പല ഹോസ്പിറ്റലിലും പറഞ്ഞിട്ടുണ്ട് ബ്ലാഡറിലൂടെ ഓസിട്ട് നോക്കണം എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞെങ്കിലും കൂടി അതില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ അതികഠിനമായ യൂറിൻ പാസ് ചെയ്യാനുള്ള വിഷമം കൊണ്ട് ഞാനിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാത്രി ഒത്തിരി വേദനയോടെ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ ഈ പ്രാർത്ഥന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയും അന്ന് അമ്മ ഈ മകളിലൂടെ തന്ന തൈലവും ഉപ്പും ഞാൻ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ യൂറിനിലെ പ്രശ്നങ്ങൾ മാറി പൂർണ്ണമായി അമ്മ എനിക്ക് സൗഖ്യം തന്നു. അമ്മ തന്ന സൗഖ്യത്തിനെ ഓർത്ത് കോടാനുകോടി നന്ദി പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒത്തിരി ചിന്തകളിലൂടെ എൻ്റെ മൈൻഡെല്ലാം പോയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ കിടന്നുറങ്ങുവാൻ പറ്റാതെ ഞാൻ ഒത്തിരി അസ്വസ്ഥനായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ ഓടി നടക്കുന്ന അവസ്ഥയായിരുന്നു. ഉറങ്ങണം തോന്നും, പക്ഷേ ഉറങ്ങാൻ വേണ്ടി ഞാൻ പോയി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. ഒത്തിരി കിടന്നിട്ടും പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നിങ്ങളൊന്ന് അടങ്ങിക്കിടക്ക്, ചിലപ്പം ഉറക്കം കിട്ടും. പക്ഷേ എനിക്ക് കിടന്നിട്ടും ഉറക്കം വരാത്ത ഈ അവസ്ഥയിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ദൈവമാതാവേ, അമ്മ എത്ര മക്കൾക്ക് രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്,
എനിക്കൊന്ന് ഉറങ്ങുവാൻ 1 മാസത്തോളമായി ഞാൻ ഇതാ കിടന്നുറങ്ങാതെ ഓടി നടക്കുകയാണ്. അമ്മ മാതാവേ, എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ തലയിലും നെറ്റിത്തടത്തിലെല്ലാം പുരട്ടി, എൻ്റെ കണ്ണുകളിലെല്ലാം പുരട്ടി ഉപ്പും വെള്ളത്തിൽ ഉപയോഗിച്ച് ഞാൻ കിടന്നുറങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സുഖമായി കിടന്നുറങ്ങുന്നു. ഇതുപോലെയാണ് എന്തൊരു രോഗം വന്നാലും ഏതൊരു അവസ്ഥയിലും ആര് ഏത് രോഗാവസ്ഥ പറഞ്ഞാലും അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവർക്ക് ഉപയോഗിക്കും. അവർക്ക് ഉപ്പ് നൽകും. അതിൻ്റെ ഫലമായിട്ട് അവർക്കും സൗഖ്യം കിട്ടും. അങ്ങനെ എനിക്ക് പൈൽസിൻ്റെ രോഗമുണ്ടായിരുന്നു. ഒത്തിരി അടിവയർ വേദന ഉണ്ടായിരുന്നു. ഈ വേദനകളിലെല്ലാം പൊളയുമ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ മാതാവേ, അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ എന്ത് രോഗം വന്നാലും ഏതവസ്ഥയിലും അമ്മയുടെ ആ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എണ്ണയും ഉപയോഗിച്ച് പലപ്പോഴും ഞാൻ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി 3ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഈ ഭവനത്തിൽ വന്നതാണ്. അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് ഉടമ്പടിയെല്ലാം പുതുക്കി സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു. എന്നാൽ ഞാൻ സാക്ഷ്യം പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോയി. പക്ഷേ സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മയോട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, 3ാമത് വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറയാം. പക്ഷേ ഞാൻ സാക്ഷ്യം പറയാതെ പോയി. ഈ 1.5 മാസത്തിന് ശേഷം എൻ്റെ ആ പഴയ രോഗത്തെ അമ്മ എന്നെ ഓർമ്മയിലേക്ക് നൽകി. നീ ഒരു യൂറിൻ പോകുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട വേദന സഹിച്ചപ്പോഴെല്ലാം ഞാൻ നിന്നെ സുഖപ്പെടുത്തിയ ആ അമ്മയെ ഞാൻ മറന്നുപോയ നിമിഷത്തെ ഓർത്ത് അനുദപിക്കുകയാണ്. പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഈ പ്രാവശ്യം പോയാൽ ഞാൻ എന്ത് വന്നാലും ഞാൻ അവിടെ സാക്ഷ്യം പറയും, അമ്മ എൻ്റെ കൂടെ വരണേ. അമ്മ മാതാവിനോട് പറയും മറ്റൊരു കാര്യം, അച്ഛൻ്റെ അനുഗ്രഹം കൂടിയും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ വീടുകളിലെല്ലാം പത്രമായിട്ട് പോകും. പത്രം ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ ഒന്നിച്ചും ഒന്ന് ആരാധനേൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കും. അമ്മേ മാതാവേ, ഈ പേപ്പർ ഏതെല്ലാം ഭവനങ്ങളിലെത്തുന്നോ അവർക്കത് അവർക്ക് ഒരു ഉപയോഗമാകണമേ, ആ മക്കളുടെ എല്ലാം തുടരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കടന്നു പോകാറ്. കടന്നു പോകുമ്പോൾ പലരും അത് ഒബ്ജക്ഷൻ ചെയ്ത് നിനക്ക് വേറൊന്നും പണിയില്ല എന്ന് പറഞ്ഞ് എന്നെ ആട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ അമ്മയുടെ നാമത്തിൽ അവരോട് അമ്മേ മാതാവേ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ രോഗാവസ്ഥയിലുള്ള മക്കളുടെ അടുത്തും ഞങ്ങൾ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ 2 പേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് രോഗാവസ്ഥയിൽ. അപ്പോൾ പോകുമ്പോഴെല്ലാം ഞാൻ പറയും, അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മയോട് പ്രാർത്ഥിച്ച ഉടമ്പടി എടുത്താൽ പൂർണ്ണമായ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് ഉടമ്പടി തൈലം എല്ലാവരിലേക്കും എത്തിക്കും. അങ്ങനെ ഞാൻ ഓരോ വീടുകളിലും കയറി കാരുണ്യപ്രവർത്തി ചെയ്യാറുണ്ട്. അമ്മയുടെ ഈ അനുഗ്രഹത്തിന്, ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ അനുവദിച്ച അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എൻ്റെ ജീവിതം ഞങ്ങൾ 2010 ഏപ്രിൽ മാസത്തിലാണ് വിശ്വാസം 20 വർഷമുണ്ടെങ്കിലും ഈ 2010 മാമോദിസ എന്ന കൂദാശ സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് ഇന്നും ഞങ്ങൾ പള്ളിയിലും എല്ലാം എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനത്തിനെല്ലാം സജീവമായിട്ട് നിൽക്കുവാൻ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ജീസസ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ വന്ന് നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ ലഭിച്ച കൃപയ്ക്കായി അമ്മ മാതാവിനോടും ദേവകുമാരനോടുമുള്ള 1000 നന്ദി ഞാൻ കരയേറ്റുന്നു. എൻ്റെ പേര് അബിയ മരിയ ബിജ്ലി. ഞാൻ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് 2025 മെയ് മാസം 27-ാം തീയതിയാണ്. അതിനു മുമ്പേ എൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഒരു 500 മീറ്റർ ഞാൻ നടക്കുമ്പോൾ തന്നെ
തൊണ്ടയിൽ നിന്നും വിസിലൂതുന്ന പോലത്തെ സൗണ്ട് വരുമായിരുന്നു. ഞാൻ 2024 ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ജപമാല റാലി മുഴുവൻ ഞാൻ വിടാതെ ഞാൻ കൊന്ത ചൊല്ലി ഈശോയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അതിൽ പിന്നെ ഇന്നേ വരെ എനിക്ക് അതുപോലത്തെ സൗണ്ടോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മ മാതാവിനോട് ഈശോയോട് 1000 നന്ദി കരയറ്റുന്നു. പിന്നെ ഞാൻ +2 പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ എനിക്ക് നെറ്റിയിൽ കൃപാസനത്തിലെ തൈലം തേച്ച് വെച്ച് പ്രാർത്ഥിച്ച് എന്നെ വിടുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് +2 നല്ല മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ സഹായിച്ചു. 99.3% ഉണ്ടായിരുന്നു എനിക്ക് +2 പരീക്ഷയ്ക്ക്. അതിനുശേഷം 2025 നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ക്രാഷ് കോഴ്സിന് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 മാസത്തെ ക്രാഷ് കോഴ്സിന് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നീറ്റ് എഴുതാൻ പോകുന്നതിന് മുമ്പേ ഇവിടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങി. ശേഷം കൈയുടെ നഖത്തിൻ്റെ ഇടയിൽ കൃപാസനത്തിൽ ഉപ്പ് വെച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. OMR കിട്ടിയപ്പം ആ ഉപ്പ് കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് OMR ഷീറ്റിൽ കുരിശ് വരച്ചു. എന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ ആരംഭിച്ചത്. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ മാർക്ക് ചെയ്തു. അത് പക്ഷേ അത്രയും എഴുതിയത് കൊണ്ട് ഒന്നും ആവില്ല എന്ന് എനിക്കറിയായിരുന്നു. അമ്മ മാതാവ് വീണ്ടും എൻ്റെ കൈ ശരിയായ ഉത്തരങ്ങളിലോട്ട് നയിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 26,474 റാങ്ക് ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. പക്ഷേ 25,000 റാങ്കിൻ്റെ അകത്തുള്ളവർക്ക് വരെ സീറ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് മറ്റുള്ളവർ പറഞ്ഞു. സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കോച്ചിങ്ങിന് റിപ്പീറ്റ് ചെയ്യാമെന്നോർത്ത് കോച്ചിങ്ങിന് ചെന്ന് ചേർന്നു. അതിനുശേഷം NTA 2000 സീറ്റും കൂടെ ഓൾ ഇന്ത്യ ലെവലിൽ കൂട്ടി. അതിനുശേഷം 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഒന്നും അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഇന്നലെ സ്ട്രേ വേക്കൻസി വന്നു. അതിൽ എനിക്ക് തമിഴ്നാട്ടിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് തന്ന് അമ്മ മാതാവ് എന്നെ സഹായിച്ചു. 1000 നന്ദി കരയറ്റുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ കോച്ചിങ്ങിന് പോയപ്പോൾ എനിക്ക് ക്യാഷ് പ്രൈസൊക്കെ ലഭിക്കുമായിരുന്നു. ആ ക്യാഷ് പ്രൈസ് ഞാൻ ആവശ്യത്തിലിരിക്കുന്നവർക്ക് നൽകുമായിരുന്നു. പിന്നെ കൃപാസനത്തിലെ പത്രം ഞാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥനയോട് കൊടുക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് എൻ്റെ ഹോസ്റ്റലിലവരോടും കൂട്ടുകാരോടും ടീച്ചേഴ്സിനോടും ഒക്കെ എനിക്ക് കൃപാസനം വഴി ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നു. ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി ഒത്തിരി വളരുവാൻ ദൈവം എന്നെ സഹായിച്ചു. വചനം വായിക്കുവാനും ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിച്ചു. മറ്റുള്ളവരോട് കൂടുതൽ നന്നായിട്ട് പെരുമാറുവാനും അഹങ്കാരമൊന്നുമില്ലാതെ താഴ്മയോടെ മറ്റുള്ളവരോട് പെരുമാറുവാനും ദേവമാതാവ് എന്നെ സഹായിച്ചു. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയ അമ്മ മാതാവിനോടും ഈശോയോടുമുള്ള 1000 നന്ദി ഞാൻ കരയറ്റുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈ അൾത്താരയിൽ വന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ 2023 ഉടമ്പടി എടുത്തത്. ആ വർഷം എൻ്റെ കുഞ്ഞുങ്ങൾ, ഇളയ 2 കുഞ്ഞുങ്ങൾ, ഇപ്പോൾ 8 വയസ്സും ഒരാൾക്ക് 4.5 വയസ്സുമേ ഉള്ളൂ. അവർ കുഞ്ഞായിരുന്നപ്പം അവർക്കെന്നും ഒരു 1.5 വർഷമായിട്ട് എന്നും പനിയും അസുഖവും തന്നെയായിരുന്നു. മോൻ LKG പകുതി ദിവസങ്ങളിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. ആ വർഷത്തെ ജപമാല റാലിക്ക് പോകുന്നതിൻ്റെ തലേദിവസം വരെയും പിള്ളേർക്ക് പനിയായിരുന്നു. പോയി വന്നു കഴിഞ്ഞപ്പം മുതൽ ഒരു ദിവസം പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടായിട്ടില്ല. അത് പിന്നെ വല്ലപ്പോഴുമൊക്കെ ഇപ്പോൾ വരെയും പനി ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ കൊച്ചു കുഞ്ഞ് ഒരു 1.5 വയസ്സൊക്കെ ആയപ്പം മുതൽ അവൾക്കൊരു 2.5 വയസ്സ് വരെ ഉള്ള സമയത്ത് അവൾ ഓരോ പ്രാവശ്യവും വീഴുമ്പം പുറകോട്ട് തലയടിച്ച് വീഴും. പിന്നെ അവൾക്ക് ശ്വാസം ഉണ്ടാകത്തില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ശ്വാസം കിട്ടുന്നത്.
എന്താണേലും 2023 ജപമാല റാലിക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. ജപമാല റാലിയിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മോളെയും കൂട്ടി 2024 വന്നത്. അവൾ പറഞ്ഞതുപോലെ 500 മീറ്റർ ആ കൊച്ച് ശരിക്കും നടക്കത്തുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും വിസിലൂതുന്ന പോലെ ഒരു കൈപ്പാടകലെ നിൽക്കുന്ന ആൾക്ക് പോലും ശരിക്കും കേൾക്കാം. അതുപോലെ ശരിക്കും ഒരു വിസിലൂതുന്ന പോലെയുള്ള സൗണ്ടായിരുന്നു. അതുപോലെ സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. ആ ആൾ ഇത്രയും ദൂരം ഒരു കുഴപ്പമില്ലാതെ ഉറക്ക ജപമാലയും പ്രാർത്ഥനയും പാട്ടും ഒക്കെ പാടി നടന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അതിൽ പിന്നെ അവൾക്ക് അങ്ങനെ ഒരു സൗണ്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ഇത്രയേറെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു.